ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കുഞ്ഞിനേറ്റ് ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിമിംഗ് വീഡിയോ ഇട്ടാണ്. ഗെയിമിന്റെ പേരാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നമ്മൾ ഇതുവരെ ഹലോ ഗായ്സ്, ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും പറയുവാണ്, എങ്ങനെയും കേൾക്കാൻ പറ്റിയാലോ. കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ലോഡിങ് ആണ്. നമുക്കിപ്പോൾ ഇത്രയും കാറുണ്ട് ഗായ്സ്. നമ്മൾ ഈ സുപ്ര ഇത് നമ്മൾ ഇന്നലെ എടുത്തതാണ്. ഈ സുപ്ര നൈസല്ലേ ഗായ്സ്. നമ്മുടെ കയ്യിൽ ഒരു ബെൻസിൻ്റെ വിൻറ്റേജ് മോഡലുണ്ട്. ഡോഡ്ജ് ചാലഞ്ചറാണോ ചാർജറാണോ ചാലഞ്ചർ എന്നാണ്. ഹമ്മറുണ്ട്. പിന്നെ ഏതോ ഒരു പണ്ടത്തെ വാനുണ്ട്. താറുണ്ട്. നൈസല്ലേ ഗൈസ്, മോഡിഫൈ ഒക്കെ ചെയ്തതാണ്. പിന്നെ ഈ വാനുണ്ട്. ഈ വാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ കാർ ഇത് നമ്മൾ ലൂഫിന്ന് പേരിട്ടില്ല. നൈസ് പേരല്ലേ. ഇതിനും പേരുണ്ട് ഗൈസ്. കണ്ടോ ഗ്ലാസ് അങ്ങനെ ഉണ്ട് ഗൈസ്. മലയാളി നീമോ, അതാണ് ഗൈസ് ഇതിൻ്റെ പേര്. നമ്മൾ ആദ്യത്തെ കാറാണ്. ആദ്യം തന്നെ ഗെയിം തുടങ്ങിയിരിക്കുന്നതാണ്. പിന്നെ ഒരു വിൻറ്റേജ് മോഡലായിട്ട് ഞാൻ ഉദ്ദേശിച്ച് വെച്ചതാണ്. സ്റ്റോക്ക് കണ്ടിരിക്കുന്നത് ഒന്നും ചെയ്തില്ല. ഞാൻ ഇതിനകത്ത് ആകെ ചെയ്തുള്ള ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഈ BMW നമ്മളായിട്ട് മുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും എനിക്ക് ഈ BMW അല്ല ഉണ്ടായത്. ഉണ്ടായ BMW എന്ന് പറയുന്നത് ഇവിടെ ഒരു സെക്കൻഡ് ഗൈസ്, ഈ BMW ആയിരുന്നു. ഇത് നമുക്കൊരു എക്സ്ചേഞ്ച് ഓഫർ വന്നു. ഇത് മാറ്റിയിട്ട് ഇതിട്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, ഇതൊന്നും എടുത്തു. പിന്നെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഇച്ചിരി ആയെന്ന് വെച്ചാൽ പോവാന്നല്ല, ഇപ്പോഴും കുറേയൊന്നും അറിയില്ല അല്ലടാ നമുക്ക്. പിന്നെ ഇതിനകത്ത് ഒരു ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ലെവൽസ് ഇല്ലേ ഇതിനകത്ത്, എനിക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പാടായിട്ട് എന്നുവെച്ചാൽ ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടിയെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 56,000 രൂപ ഉണ്ടോ. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇതെടുക്കാം. ഫസ്റ്റ് ആണ് ഇച്ചിരി ആയാലും ചെയ്താൽ നല്ല പൈസ കിട്ടും. കണ്ടോട്ടെ, അപ്പോൾ തന്നെ 1000 രൂപയായി. അങ്ങനെ നമ്മളൊരു 10 പ്രാവശ്യം ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, ലെവല് മാറിപ്പോയി. ഗ്രൂപ്പ് പെട്ടി അതിനൊക്കെ റിവേഴ്സ് എടുക്കാൻ നമ്മൾ സിമ്പിൾ വഴിയായിരുന്നു. പക്ഷെ അവനാ വന്ന് നിന്നപ്പോഴത്തേക്ക് ഒരു പാടാം. ഇത് ഇത്ര പൈസ കിട്ടാണ്. പക്ഷേ ഇടിച്ചു ഗൈസ്. നമുക്ക് പഴയ ലെവൽ തന്നെ എടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ മാറിപ്പോയതാണ്. അവിടെ വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറ. നൈസല്ലേ. ഇങ്ങനെ ഒരു കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കാണ് ഞങ്ങളിങ്ങനെ പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ബെൻസും BMW കാണിച്ചില്ല. അതും ഇപ്പോൾ ഒരു സുപ്ര കാണിച്ചില്ലേ, അതും വാങ്ങിച്ചില്ല. ലെവൽസ് കൊണ്ട് മാത്രം വാങ്ങിച്ച വണ്ടിയാണ് എല്ലാം. അങ്ങനെ ഇച്ചിരി റേഷൻ ചെയ്ത് നോക്കാം, നല്ല പൈസ കിട്ടും. നമുക്ക് മെനുവിട്ട് പോവാം.
അപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ട് 16,000 രൂപ ഇതൊക്കെ ചെയ്താലോ നീഡ് ഫ്യൂവൽ ഫിൽ ഫ്യൂവൽ 100 liters 100 ലിറ്റർ ഫ്യൂവൽ എടുത്താൽ അത്രയും പൈസ കിട്ടുന്നു. ഞങ്ങൾക്കൊരു പണിയാം, സൂപ്പർ എടുക്കാം. സൂപ്പർ ആർക്കൊക്കെ സൂപ്പർ ഇഷ്ടമാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പറാണോ അതാ സ്കൈലൈൻ GT ആണോ? കമൻറ്റ് ചെയ്യും. നമുക്കൊന്ന് പണിഞ്ഞെടുക്കണം. ഇത് ലോവർ ചെയ്താൽ കുഴപ്പമുണ്ടോ ഗൈസ്? സൂപ്പർ ഫാൻസ് എന്താ എന്നെ ഒന്നും പറയരുത്. കോൾ വാക്ക് ഗൈസ്. പിന്നെ നമ്മൾ എല്ലാ വണ്ടിക്കും വെക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്. പോരാന്നറിയാം, എന്നാലും ജസ്റ്റ് ഈ 369 ആരുടെ നമ്പർ പ്ലേറ്റ് ആണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സൂപ്പറാക്കി ഇതല്ലേ ഇത് വെച്ചിട്ട് ഇത് വെച്ചാലോ ബ്ലാക്ക് വെച്ച് ഗൈസ്. ഏത് സ്പോയിലർ വേണമെന്ന് കമൻറ്റ് ചെയ്യും. ഇതങ്ങനെ ഉണ്ട്, ഇതെനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പറ. പിന്നെ ബമ്പറൊക്കെ നമ്മൾ നോക്കട്ടെ. ഇതൊക്കെ ഇത് നൈസാട്ടോ. അതോ ഇതായാലോ എല്ലാത്തിനും ഇതായിരിക്കണ്ട. അല്ല മാറ്റി സാധനം. ഓ ഹെഡ്ലൈറ്റ് പോയി, വേറൊരു മാറ്റമില്ലേ? ഹെഡ്ലൈറ്റിന് മാത്രമാണോ 50 ഇത്? അയ്യോ അത് വേറതല്ലേ ഗായ്സ്, ഹെഡ്ലൈറ്റിന് മാത്രമായിട്ടാ. ഇതൊക്കെ സ്കൗട്ടൊക്കെ ഉണ്ടല്ലോ ഗായ്സ്. ആർക്കൊക്കെ ഇവിടെ വണ്ടി ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യും. നോക്കാം, ഇപ്പം നമ്മളിത് തുടങ്ങുക, കാരണം കുറേ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഇതൊക്കെ ഒട്ടിക്കാൻ നോക്കി, പോർവക്കൻ്റെ ടൈപ്പ്. തിരിച്ച് നമുക്കിത് ശരിയാവൂല, അതുകൊണ്ട് ഞാൻ ഒട്ടിക്കാൻ നമ്മൾക്ക് ഇങ്ങനെ സ്റ്റോപ്പായിട്ട് കൊണ്ടുപോകാൻ ഒരു സുഖമില്ല. നമുക്ക് ഒരു പണിയുണ്ട്, ഒരു എക്സോസ്റ്റ് അങ്ങ് വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെയും വേണ്ടില്ലല്ലോ. ഇൻ്റർകൂളർ ഇരിക്കട്ടെ, അല്ല വേണ്ട, അയ്യോ പൈസ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ടർബോ ഉണ്ട്, അതല്ല ഗിയർ ബോക്സ് നമുക്ക് കൂട്ടിയിടാം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഗിയർ ബോക്സ് എനിക്ക് അറിയുന്നത് സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ലായിട്ട് ഞാനെല്ലാം കൂട്ടിയിട്ട്, അതുകൊണ്ട് ഞാനിത് ഓടിച്ച് നോക്കിയാൽ ഏതെങ്കിലും അടുത്ത് ഓടിച്ച് കാണിച്ചു തരാവേ. അനങ്ങളുള്ള ഇഷ്ടമാണ് എന്ന് വെച്ചാൽ പൊട്ടിക്കൊണ്ട് നിൽക്കണുള്ളൂ. ഈ വണ്ടി അല്ലായിരുന്നു ഞാൻ എനിക്ക് BMW ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഉള്ളതല്ല പഴയതുണ്ടായി. അത് വേറെ വണ്ടി 20-30 മുകളിൽ കയറാനുള്ള ആ എക്സോസിൽ നിന്ന് ബൂം ബാക്സ് അല്ല തീ തന്നെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നില്ല ബസ്സൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് പൈസ ട്രാൻസ്പോർട്ട് കൊടുത്തു വെച്ചൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കുറേ ഉണ്ട് കൈ കിട്ടി എല്ലാം ഞാൻ വെച്ച് എന്നിട്ട് ഒന്നും ആണല്ലോ. നമുക്ക് എന്തായാലും അടിച്ച് നമുക്ക് എന്തായാലും പോവാം. ഞാൻ വലിയതുപോലെ ആക്കട്ടെ. എൻ്റെ ഗുണം എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. കാണിച്ചില്ല, അത് ആർക്കെങ്കിലും അറിയുമ്പോൾ ഞങ്ങൾക്ക് ഓടിച്ച് നമ്മുടെ മിഷൻ ചെയ്യും. അയ്യോ അതേ ഇതിന് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ
സ്പോയിലറൊക്കെ നൈസ് ആവശ്യമാണ്. പൈസയുള്ള സെലക്ഷൻ നമുക്ക് എന്തായാലും ഗെയിം കളിക്കാം. എത്ര നേരമായി എന്നറിയില്ലല്ലോ. നോക്കാം. ലോഡാവണല്ലോ. ലോഡായി. പോലത്തെ സൂപ്പർ. പക്ഷെ നമ്മുടെ കൈസ് നൈസ്. വണ്ടി ഓവർ ചെയ്തില്ല. അതിൻ്റെ വണ്ടി ഇവിടെ കയറണില്ല. ഇത് നൈസാ ഗൈസ്. ഇടിക്കില്ലെന്നും കളിക്കുക കൊണ്ടുവന്നതാ. അടിച്ച ഗൈസ്. ഇവിടെ നമുക്ക് അൺലോക്ക് ആക്സിലേറ്റർ ഓൺ ചെയ്യണം. ഇല്ലാണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ലോറിയത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ മറ്റേ ഇത് കളിച്ചത് എന്തായിരുന്നു ഇറങ്ങി വന്നു അസീൻ്റെ. കഴിഞ്ഞ ദിവസം ഞാൻ എന്തായിരുന്നു ഗൈസ് പറയാൻ വന്നൊന്നും മറന്നുപോയി. മറ്റേ പാർക്കിങ്ങിൻ്റെ ഇതില്ലേ അത് കളിച്ച്. ലോറി ചെയ്ത വണ്ടിയായിരുന്നേ. ഇതൊരു ഹമ്പുണ്ട്. ഹമ്പിൽ കയറുമ്പോഴത്തേക്കും കാർ ഡാമേജ് ഒന്നും പറഞ്ഞു. ഇടിച്ച് എല്ലാം പൊട്ടിയ അതങ്ങനെ ഉണ്ടായി ഗൈസ്. ആ ഡ്രിഫ്റ്റ് നമ്മളൊരു പ്രോ ഡ്രിഫ്റ്റിന് പോട്ടെ ഡ്രൈവറാണ്. നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഉണ്ട്. ടാസ്ക് ഉണ്ടായല്ലോ ചെയ്ത് ടാസ്ക് ഫിൽ 100 ലിറ്റർ ഓഫ് ഫ്യൂവൽ. 100 ലിറ്റർ ഫ്യൂവൽ ഫിൽ ചെയ്യും. പിന്നെ ലിറ്റർ അറിയാൻ പറ്റും. ചെയ്ത് നോക്കാം. നമുക്ക് ഇൻറ്റീരിയർ ഇതുവരെ നോക്കില്ല. നൈസ് ഗൈസ്. സ്റ്റിയറിംഗ് ഒക്കെ മാറ്റാൻ പറ്റുന്നില്ലേ? വണ്ടി പറഞ്ഞു വണ്ടി പിടിച്ചു.
ഡാമേജ്. എവർ. വണ്ടി ഒരു സ്കിറ്റിൻ്റെ അത്ര കട്ടിയാണ്. വണ്ടി ഒന്നും ഇടിക്കും. എൻ്റെ കൈസ് വണ്ടി ഇങ്ങനെ ഇടിക്കും. കൺട്രോൾ കിട്ടുന്നു. നമ്മളിതിൽ നോർമലിട്ട് ആയാൽ മതിയായിരുന്നു. 50,000 ടാങ്ക് അടിക്കും 10 ലിറ്റർ. നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് നൈസാണല്ലോ ഗൈസ്. ലേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാകട്ടെ. ടാങ്ക് ഫുള്ളപ്പോൾ എത്ര രൂപയായി? അല്ല, എത്ര ടാസ്ക് എന്ത് രൂപയായി? 52 55. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുഞ്ഞിനെയാണ് വർത്താനം പറയുന്നത്. കുഞ്ഞിനെയല്ല. ഇതുപോലത്തെ ഗെയിമിംഗ് വീഡിയോസ് വന്നാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻ്റ് ഇടുക. എൻ്റെ ഏത് ഗെയിം വേണമെന്ന് പറയുക. ഞങ്ങളതെല്ലാം കളിക്കുന്നതാണ്. ഇവിടെ പെട്രോൾ പമ്പ് പോകാം. ഇവിടം വരെയും കൊള്ളാം. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലാംഗ്വേജ് സാധനം ഡിസേബിൾഡ് എന്നും പറഞ്ഞ് കാണിച്ചിരുന്നു. ചുവലൊന്നും കുറയാനില്ലല്ലോ ഗൈസ്. എന്താ ചെയ്യാൻ? എക്സോസ്റ്റിലെ ഫ്ലെയിം നൈസായിട്ടില്ല ഗൈസ്. കമൻറ്റ് ചെയ്യും. എല്ലാം കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് വേറെ വണ്ടി എടുക്കാം. നമുക്ക് മറ്റേ നമ്മുടെ പുതിയൊരു BMW കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതെടുക്കാമല്ലോ. അതെടുക്കാം. അതെ, കുഞ്ഞിനെ അത് പറഞ്ഞു. അപ്പം നമുക്കതെടുക്കാം. സൂപ്പർ പൊട്ടേ കണ്ടിട്ട് നല്ല വണ്ടിയായിട്ട് തോന്നുന്നു. സൂപ്പർ നൈസ്. നമുക്ക് അതോ ഈ ബെൻസ് നൈസാണ് കമൻറ്റ്. ഇത് നൈസാ. ഇത് ഞാനെന്ന് വെച്ചാൽ കേരളയിലുള്ള ഞാൻ കണ്ട ഒരു ബെൻസ് അതുപോലെ ആക്കാൻ നോക്കിയതാണ്. ആ ഒരു കളറ്. പക്ഷേ ഇത് അത്ര ഇതായില്ല. അതോ ഡോഡ്ജാണ്. ഡോഡ്ജ്. അതോ ഇത് വേണോ? ഇത് മതി. ഇതെടുക്കാം. ഇതെടുക്കാം. ഒന്ന് നോക്കണേ. ഇതെടുക്കാം. എന്നിട്ടൊന്ന് ഹൈവേയിൽ റേസിന് പോയാലോ? റേസിനെടുക്കാം. റേസ് എടുക്കാറുണ്ട് മിക്കവാറും തോക്കുമ്പോൾ. ഇവിടെ ഫ്രണ്ട് വെള്ളം ആണായിരിക്കുണ്ടായി. വിളിച്ചാണോ? എന്താ പറ്റിയത്?
പുറകിട്ട് എനിക്കറിയാത്ത എന്തോ ഒരു ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും ഉള്ള പുറകിട്ട് പോകും. വണ്ടി എപ്പോഴും ഉള്ളതാ വയസ്സാണെങ്കിൽ ആ വണ്ടി ഇന്നലെ ഞാൻ കളിച്ചപ്പോൾ അനങ്ങിയില്ല. ഇന്നലെ കിട്ടിയതാ, ഇന്നലെ ഓടിച്ചു നോക്കിയിട്ട് അനങ്ങളില്ല. ഇതുപോലെ ആവുക. നമുക്ക് ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു BMW എല്ലാം എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ഒരു പെട്രോൾ പമ്പ് പോയി പെട്രോൾ അടിച്ചാൽ ഫസ്റ്റ് വെച്ചിട്ട് അയ്യോ വണ്ടി ഇടിച്ചു. നമുക്ക് നേരെ നമുക്ക് പെട്രോൾ അടിച്ചാൽ നമ്മുടെ ആ മിഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ എത്ര ഇതിൽ പെട്രോൾ അടിക്കണം. ഞാൻ പെട്രോൾ ഒന്നും അടിക്കില്ല, എന്നെ അവിടെ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. വണ്ടി വെള്ളമൊക്കെ ഒന്നും കുറയില്ലേ ഇതിൻ്റെ. പെട്രോൾ ഓഫ് റോഡ് ഫോർ 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഓഫ് റോഡ് ഓടിക്കാം ഗൈസ്. നമുക്ക് കാർ എടുക്കാം ഗൈസ്. കാറെടുത്ത് ഓടിക്കാം. ഈ താറ് നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് താറാണ് ഹമ്മറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാം കമൻറ്റ് ചെയ്യും. അയ്യോ മാപ്പ് മാറ്റിയില്ല, ഇങ്ങോട്ടല്ല വേണ്ടത് മാപ്പ്. ഓഫ് റോഡ് ഓഫ് റോഡിൽ 3 കിലോമീറ്റർ ഓടിച്ച് ആ മിഷനും കംപ്ലീറ്റ് ആവും.
അയ്യോ വണ്ടി ഇടിച്ച് ശരിക്കും ഇടിച്ച് ആയില്ല. ഈശ്വരാ വണ്ടിക്ക് കൺട്രോൾ ഇല്ലല്ലോ ഗൈസ്. ഇങ്ങനെ റൗണ്ട് അടിക്കാം ഡ്രിഫ്റ്റ്. വണ്ടി ഇടിച്ച് നമുക്ക് ആരോ ഇട്ടും കളിക്കും ടിൽട്ട് അതിട്ട് കളിച്ചു. ഇത് നമ്മൾ അങ്ങനെ കളിക്കാറില്ലായിരുന്നു. ടിൽട്ടിട്ട് ഇങ്ങനെ കളിക്കണ ഇച്ചിരി പാടാണ്. അയ്യോ തിരിച്ചു നടക്കും. വണ്ടി ഇടിച്ച് 1 കിലോമീറ്റർ ആയി. നമുക്ക് ടിൽട്ട് മാറ്റാം. നടപടി റോഡ് ഇത് വേൾഡ് എൻസിയാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ എന്തത്? അപ്പുറത്ത് വേൾഡ് അല്ലേ? വണ്ടി അതിനകത്ത് വീണുള്ള കുഴപ്പം. അപ്പോൾ നമുക്ക് വണ്ടി പറിച്ച് നോക്കാം. ജമ്പ് ചെയ്ത് അപ്പുറത്തെത്തിയ വല്ല ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറയ വണ്ടി ഇടിച്ചില്ല ഗൈസ്. അങ്ങനെ ഗൈസ് വേൾഡ് എൻ്റെ ആവണം. അപ്പുറത്ത് തന്നെ വേൾഡ് പോകാനാണ്. ലാഗുണ്ട് ഗൈസ്. പണ്ടൊന്നും ഇങ്ങനെ അല്ല മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻറ്റീരിയർ വ്യൂ വന്നിട്ട് നോക്കിയാലോ. ഇൻറ്റീരിയർ വ്യൂ ഇപ്പോൾ താറിൻ്റെ സ്റ്റിയറിംഗ് അല്ലല്ലേ. ഇൻഡിക്കേറ്റർ എന്തും പനങ്ങോ? പനങ്ങണില്ല. അല്ല ഒന്നും മൊത്തമില്ല. ഒട്ടുമില്ല. അപ്പം നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. എന്താണ് ആണല്ലോ. ഏത് എന്ത് അതിൻ്റെ മുകളിൽ സ്റ്റിയറിംഗ് സെറ്റിട്ട് പിടിച്ച് കുറച്ചിട്ട് നോക്കിയാലോ. അല്ല ഇത് ഒന്നുമല്ലേ.
റോഡ് ലെവലാണ്. ഒരു ഗെയിമാണ്. ലെവലല്ലടാ. ആ നമ്മുടെ ഒരു കാറില്ലേ കഴിച്ചത്. രണ്ട് ഗെയിമല്ല. അതിന് ചെറിയൊരു മടിയായി. അത് മാറ്റമുണ്ട്. ആ ഭാഗ്യം അതും പറയാം റൂളായി. ഇതുപോലെ ശരിക്കും കുഴപ്പമുണ്ടല്ലോ. ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. കാരണം ലോങ് ഈ വീഡിയോ ബോറായെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഗായ്സ്.